ഇന്ത്യക്കെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ കരുതലോടെ നീങ്ങാനാണ് ഇന്ത്യയുടെ തീരുമാനം. അമേരിക്കയുടെ 50% തീരുവ വർധനവിൽ വിപണന മേഖല പ്രതിസന്ധിയിലാകുമെന്നാണ് ഇന്ത്യയുടെ ആശങ്ക. നിലപാടിൽ മാറ്റമില്ല എന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ അനുനയ ചർച്ചകൾ മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുമോ ഇന്ത്യ എന്നുള്ളൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു പകരം വിപണി കണ്ടെത്തുക എന്നുള്ളത് വളരെ പെട്ടെന്ന് പ്രായോഗികമായ ഒരു തീരുമാനമായിരിക്കില്ല. മാത്രമല്ല, കാർഷിക, സമുദ്രോൽപ്പന്ന, ടെക്സ്റ്റൈൽ വിപണികളിലൊക്കെ കേരളത്തിന് ഉൾപ്പെടെ ഈ ഒരു തീരുവ യുദ്ധം ബാധിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇന്ത്യയുടെ മുൻപിലുള്ള വഴി എന്താണ്? ഏത് തരം ചർച്ചകൾക്കായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ തുടക്കമിടുക? ഇനിയുള്ള നീക്കം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമായിട്ടുണ്ടോ സജു? ജിൽസി, എന്തായാലും അമേരിക്കയുടെ തീരുവ യുദ്ധത്തിൽ ആദ്യം 25% തീരുവ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് വളരെ പൊടുന്നനെ തന്നെ വീണ്ടും 25% തീരുവ കൂടി ഉയർത്തിക്കൊണ്ട് 50%-ലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം അടക്കം വലിയ വിമർശനങ്ങളൊക്കെയും ഉയർത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായിട്ടൊരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. പ്രത്യേകിച്ച് അനുനയ നീക്കത്തിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാനാകൂ. അല്ലാതെ മറ്റ് വഴികൾ കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ്. ഒരു പകരം വിപണി കണ്ടെത്തുക എന്നുള്ളതിനുപരിയായിട്ട് അമേരിക്കയുമായിട്ടൊരു അനുനയ നീക്കത്തിലൂടെ ഇത് പിൻവലിക്കാൻ വേണ്ടിയുള്ള ഒരു നയം അത് രൂപീകരിക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ബന്ധമൊക്കെ BJP സർക്കാർ അല്ലെങ്കിൽ BJP നേതാക്കൾ വളരെ വലിയ രീതിയിൽ വായ്ത്താരികളായി പാടുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ യാതൊരു പ്രതികരണവും BJPയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അമേരിക്കയ്ക്കെതിരെ ട്രംപിനെതിരെ ഉണ്ടായിട്ടില്ല. അതിൽ വലിയ അമർഷമൊക്കെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങളും ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളടക്കമുള്ളവയ്ക്കാണ് വലിയ തീരുവ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നാണ്യ വീടുകൾക്കും അതുപോലെ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കും സമുദ്ര ഉൽപ്പന്നങ്ങളും വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തെ ഇത് വലിയ തോതിൽ ബാധിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഈ തീരമേഖലകളൊക്കെയുമുള്ള വോട്ടുറപ്പിക്കാൻ വേണ്ടി BJP നടത്തുന്ന ഒരു നാടകമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ എന്താണ് ഇപ്പോൾ സംസ്ഥാന BJPയുടെ നിലപാടെന്ന്, പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണം നടത്താത്ത BJP നേതാക്കൾ എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്നുള്ള ആരോപണമൊക്കെയും ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുനയ നീക്കത്തിന് വേണ്ടി ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു അനുനയ നീക്കമാണ് ഇന്ത്യക്ക് മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. അതിന് എന്തായാലും ട്രംപ് സർക്കാർ തയ്യാറാകുമോ അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം അതിന് എത്രത്തോളം മതിപ്പ് കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം വിപണി കണ്ടെത്തുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു അനുനയ നീക്കത്തിന് ശ്രമിക്കാതിരിക്കാൻ തന്നെ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. ഇന്നലെ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു, അതായത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. നേരത്തെ 25% തീരുവ ഏർപ്പെടുത്തി. അത് വലിയ ഒരു ഭീഷണിയായിട്ടാണ് ഇന്ത്യ കണ്ടത്. അതിന് തൊട്ട് പിന്നാലെ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിനിടെ വളരെ പെട്ടെന്ന് തന്നെയാണ് 25% കൂടി തീരുവ അമേരിക്കൻ ഭരണകൂടം ഉയർത്തിയത്. അതിൽ വലിയ പ്രതിഷേധമൊക്കെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉയർന്നെങ്കിൽ പോലും അതിനെ ഒരു ഐക്യകണ്ഠേന എതിർക്കാൻ വേണ്ടിയുള്ള നിലപാട് BJPയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഇന്ത്യ അതിനെ അപലപിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു പകരം വിപണി കണ്ടെത്തുക അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ പുതിയ ഒരു അനുനയ നീക്കത്തിലേക്ക് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് മുന്നിലുള്ള സജു, ഇന്ത്യ ഒരു അനുനയ നീക്കങ്ങളിലേക്ക് കടക്കുക എന്നുള്ള ഒരു വഴിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്.